ബി.ജെ.പി. വളരുന്നുവെന്ന് CPM പ്രവർത്തന റിപ്പോർട്ട്. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെയില്ലാത്ത വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. താഴെത്തട്ടിൽ അണികളും നേതാക്കളും തമ്മിൽ അകലം വർദ്ധിക്കുന്നുവെന്നും നേതാക്കളുടെ അപക്വമായ പെരുമാറ്റവും പ്രതികരണങ്ങളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നുവെന്നും പേര് പരാമർശിക്കാതെ വിമർശനം. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെ PP ദിവ്യയുടെ പ്രസംഗം ന്യായീകരിക്കാനാവാത്തതെന്നും റിപ്പോർട്ടിൽ. ദിവ്യക്കെതിരായ സംഘടനാ നടപടി പരാമർശിക്കവെയാണ് പ്രവർത്തന റിപ്പോർട്ടിലെ വിമർശനം. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അസംതൃപ്തിയുണ്ടെന്നും പ്രവർത്തന റിപ്പോർട്ട്. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, ഗൗരവതരത്തിലുള്ള സ്വയം വിമർശനമാണ് പ്രവർത്തന റിപ്പോർട്ടിലാകെ. അതിൽ പേര് പരാമർശിക്കാതെ നേതാക്കൾക്ക് വിമർശനമുണ്ട്. നമുക്ക് ആ പേരുകൾ കൃത്യമായി പരാമർശിക്കുന്നില്ലെങ്കിൽ കൂടിയും ആരെ സൂചിപ്പിക്കുന്നു എന്ന ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? ഒപ്പം ആളുകൾക്കപ്പുറത്തേക്ക് ഈ വിഷയാധിഷ്ഠിതമായ സ്വയം വിമർശനം അത് ഏതൊക്കെ പ്രശ്നങ്ങളിൽ ഊന്നി നിൽക്കുന്നുണ്ട് സുനിൽ? സൈഫുദ്ദീൻ, കഴിഞ്ഞ 3 വർഷക്കാലത്തെ CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ വളർച്ചയും തളർച്ചയും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടാണ് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഇന്നലെ പ്രതിനിധികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉള്ള റിപ്പോർട്ട് MV ജയരാജൻ അവതരിപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ് ഇന്നിനി നടക്കേണ്ടത്. ഇന്നലെ ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്നിരുന്നു, ചർച്ച ചെയ്തിരുന്നു, ഗ്രൂപ്പ് ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷം ഇന്ന് പൊതു ചർച്ചയിലേക്ക് കടക്കും. അതിനു മുമ്പാണ് ഇപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള വിശദാംശങ്ങൾ, അതിൻ്റെ ആ റിപ്പോർട്ടിലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM-നെ സംബന്ധിച്ച് CPM-ന്റെ കോട്ടക്കൊത്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ പ്രദേശങ്ങളിൽ പോലും വലിയ തോതിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ചയുണ്ടായി. അതായത് BJP-ക്ക് പ്രത്യക്ഷത്തിൽ ഒരു യൂണിറ്റ് പോലും വർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളിൽ പോലും 10, 16, 20 വോട്ടുകൾ വീതം ഓരോ ബൂത്തുകളിലും BJP-ക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് പാർട്ടിയുടെ മണ്ണൊലിച്ചു പോകുന്നത് നേതാക്കൾ അറിയുന്നില്ല എന്നാണ് ആ വിമർശനം. അതായത് നേതൃത്വത്തിന് ആളുകളുമായി ബന്ധമുണ്ടാകാതെ പോകുന്നു, അടുപ്പമുണ്ടാകാതെ പോകുന്നു. അതായത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുമായി, മനുഷ്യരുമായി നേതാക്കൾക്ക് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ വോട്ട് പോകുന്നത്, വോട്ട് ചോർച്ച ഉണ്ടാവുന്നത്, നേതാക്കൾ അറിയാതെ പോകുന്നത്, പാർട്ടി അറിയാതെ പോകുന്നത് എന്ന സ്വയം വിമർശനമാണ് ഇതിലുള്ളത്. നേതാക്കൾക്ക് കുറേ കൂടി ആളുകളുമായി അടുപ്പമുണ്ടാവണം. അതായത് പാർട്ടിയുടെ കഴിഞ്ഞ തവണ 50%-ലധികം വോട്ട് ലഭിച്ച കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പക്ഷേ കഴിഞ്ഞ തവണ അത് 30%-ആയി കുറയുന്ന സാഹചര്യമുണ്ടായി. അത് പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് 3 ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കണ്ണൂർ ജില്ല. അത് വടകരയുണ്ട്, പയ്യന്നൂരുണ്ട്, കണ്ണൂരുണ്ട്. ആ 3 ഇടങ്ങളിലും പക്ഷേ വലിയ വോട്ട് ചോർച്ച ഉണ്ടാകുന്നു. മാത്രമല്ല BJP-യുടെ വോട്ടിൽ കണക്കിലുണ്ടാകുന്ന വലിയ വർധനവ് അത് വലിയ ഗൗരവത്തോടുകൂടി പാർട്ടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് റിപ്പോർട്ടിലുണ്ട്. മറ്റൊന്ന് ഈ നേതാക്കൾക്കെതിരായ വിമർശനമാണ്. പക്ഷേ കൃത്യമായി അവരുടെ പേരെടുത്ത് പറയാതെയാണ് PP ദിവ്യയ്ക്കും ഒപ്പം IP ജയരാജനുമെതിരെ വിമർശനം ഉണ്ടാകുന്നത്. അപക്വമായ ഇടപെടലുകളും പെരുമാറ്റവും ഒപ്പം സംസാരങ്ങളും പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്ന പൊതു അഭിപ്രായം ബ്രാഞ്ച് തലം മുതലുള്ള ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം PP ദിവ്യയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട്. അതായത് PP ദിവ്യക്കെതിരെയും ഒപ്പം ഈ കാലഘട്ടത്തിൽ പാർട്ടി സംഘടനാ നടപടിയെടുത്ത മനു തോമസിനെതിരായിട്ടുള്ള സംഘടനാ നടപടി സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് PP ദിവ്യക്ക് വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അക്ഷന്തവ്യമായ തെറ്റ് ദിവ്യയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന പരാമർശമുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി പ്രാഥമികമായ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി തെറ്റ് പറ്റി എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യക്കെതിരെ സംഘടനാ നടപടി എടുക്കുന്നത്. അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്നതെന്നും ആ റിപ്പോർട്ടിലുണ്ട്. മറ്റൊന്ന്, വലിയ ഗുരുതരമായ ആരോപണങ്ങൾ P ജയരാജനെതിരെ സ്വർണ്ണക്കടത്ത് ആരോപണം അടക്കം ഉന്നയിച്ച് പാർട്ടി വിട്ടുപോയ മനു തോമസിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മനു തോമസിനെതിരെ നടത്തിയ സംഘടനാ നടപടികളെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ. മനു തോമസ് ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് മനു സ്വയം പാർട്ടി വിട്ടുപോയതാണ്. അതായത് അംഗത്വം പുതുക്കാതെ പോയതാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ പാർട്ടി ഘടകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലാ ഘടകത്തെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, വനംവകുപ്പ് അടക്കമുള്ള ചില വകുപ്പുകൾക്കെതിരായ വിമർശനങ്ങളാണ്. CPM-ന് വലിയ സ്വാധീനമുള്ള മലയോര മേഖലയിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പോലും വനംവകുപ്പിനടക്കം അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അതായത് കൃത്യമായ ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന വിമർശനം പാർട്ടി അണികൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും
ഒപ്പം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ തരത്തിലുള്ള ആരോഗ്യവകുപ്പിനൊരു മികവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനവും അണികൾക്കിടയിൽ നിന്നുണ്ടാവുന്നുണ്ട് എന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തെ ഒപ്പം ഈ പാർട്ടിയുടെ കേഡർമാർ വളരെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് SFIയിലും DYF-ലുമൊക്കെ പുതിയതായി ആളുകൾ വരുന്നുണ്ട്, പക്ഷേ അവരൊരു ഘട്ടത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം പാർട്ടി വിട്ടു പോവുകയാണ്, അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലേക്ക് പോവുകയാണ്. അവരെ കൃത്യമായി പാർട്ടി ക്ലാസുകൾ നൽകി കൃത്യമായ കേഡർമാരായി വളർത്തിക്കൊണ്ടുവരാൻ, നല്ലൊരു നിര നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കണ്ണൂർ ജില്ലയിൽ കഴിയുന്നില്ല എന്ന സ്വയം വിമർശനവും ഇതിനൊപ്പമുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് ഇന്നലെ അവതരിപ്പിച്ചു. അതിൻ്റെ ഗ്രൂപ്പ് ചർച്ച നടന്നു. ഇന്ന് പൊതു ചർച്ചയിലേക്ക് നടക്കും. രാവിലെ ആലക്കോട് ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് ആദ്യമായി പൊതു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഗൗരവതരത്തിലുള്ള സ്വയം വിമർശനങ്ങൾ ഉൾച്ചേരുന്ന പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്നിപ്പോൾ പൊതു ചർച്ച നടക്കുമ്പോൾ കൂടുതൽ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. സുനിൽ ഐസക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.